മലപ്പുറം തിരൂരിൽ സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2.25 കോടി രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ കാണാനില്ല. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. സംഭവത്തിൽ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 2,78,74,579 രൂപയുടെ ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സ്റ്റോക്ക് വെരിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമായത്. പിന്നാലെ NFSA മാനേജർ, കോഴിക്കോട് സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് തുടങ്ങിയവരുടെ പരിശോധനയിൽ സാധനങ്ങളുടെ കുറവ് ഉറപ്പായി. സപ്ലൈകോ ഡിപ്പോ മാനേജർ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകി. 8 ജീവനക്കാർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു. 8 പേരെയും സപ്ലൈകോ സസ്പെൻഡ് ചെയ്തു. 2-3 വർഷത്തിനിടെയാണ് ഇത്രയധികം സാധനങ്ങൾ കാണാതായത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഒരു വർഷം ശരാശരി 14,000 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ മറവിൽ കടത്തിക്കൊണ്ടുപോയതാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. താന്നൂർ DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഗോഡൌണിൽ പരിശോധന നടത്തി. വരും ദിവസങ്ങളിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യും. സമീർ ബിൻ കരീം, 24 തിരൂർ.